പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിഷയം നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തെയാണല്ലോ. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിഷയത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിൽ മാത്രമല്ല, ഇതിനു മുമ്പും തന്നെ മണിപ്പൂർ വിഷയം ഉണ്ടായി. മണിപ്പൂരിൽ വലിയ അക്രമങ്ങൾ അവർക്ക് നേരെ ഉണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഒട്ടനവധി ഈ കന്യാസ്ത്രീകൾ മർദ്ദിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടായി. ആ സന്ദർഭങ്ങളിലും ഇപ്പോഴുമൊക്കെ ഈ ക്രൈസ്തവ സമൂഹങ്ങളിലും അവരുടെ സഭാ മേലധ്യക്ഷന്മാരുടെ വിഷയങ്ങളിലുമൊക്കെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതിൽ എന്തുണ്ട്, ഒരു ഭയങ്കരമായ ആശയക്കുഴപ്പം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് അവർക്കുള്ള ആശയക്കുഴപ്പം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രശ്നത്തെ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ഇവിടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അവരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന കാര്യത്തിലാണ് അവർക്ക് ആശയക്കുഴപ്പമുള്ളത്. ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് പരിഹരിക്കണോ, അതോ ഈ ഭരണകൂട താല്പര്യങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അതിന് നിന്നുകൊടുക്കുക, ആ പരിഹാരത്തിൻ്റെ വഴികൾ കണ്ടെത്തണോ? ഇതാണ് അവരുടെ മുമ്പിലുള്ള ഒരു ആശയക്കുഴപ്പം. അതായത് ഞങ്ങൾ ഇവിടുത്തെ ഒരു ജനസമൂഹമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വന്ന് ആ നിലക്കൊരു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ ധീരമായി നേരിടുക എന്ന വിഷയത്തിൽ അവർക്ക് ഒരു ധൈര്യമില്ലായ്മ നമ്മൾ കാണുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവർക്ക് സറണ്ടർ ആവുക, എല്ലാം സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞങ്ങളും കേട്ടോളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലം എന്ത് ചെയ്യണം, ഇവിടെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞ് അവരുടെ കാൽക്കൽ വീണ് പോകുന്നൊരു സാഹചര്യം. ഇതിലേത് രീതിയിലാണ് ഇത് പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ തന്നെയാണ് അവർക്ക് തർക്കമുള്ളത്. ഇവിടെ ഈ കാസ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, അവർ ഇവരെ സംരക്ഷകരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അവർക്ക് ഈ സമയത്ത് എന്ത് പറയാനുണ്ട് എന്നതുകൂടി നമ്മുടെ നാടും അതുപോലെ ആളുകളും കേൾക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ടാവും, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ക്രൈസ്തവ സമൂഹം ഉണ്ടല്ലോ, ഈ ക്രൈസ്തവ വിശ്വാസികൾ, അവരെന്തായിരുന്നാലും ഈ വിഷയത്തെ മുന്നിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതെവിടെ നിന്നാണ് ഇങ്ങനത്തെ അജണ്ടകൾ വരുന്നത് എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയത്തിന് എതിരിൽ, അഥവാ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരിൽ കൃത്യമായ കാഴ്ചപ്പാടും ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അതിന് കൃത്യമായ അടയാളപ്പെടുത്തലുകളും അവർ നടത്തിയാൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് ഒരു ശാശ്വതമായൊരു പരിഹാരമുണ്ടായി വരികയുള്ളൂവെന്ന് സാധാരണക്കാരെന്ത് ചെയ്യണം, അവരുടെ ക്രൈസ്തവ മതവിശ്വാസികളിലെ സാധാരണക്കാർ അത് തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്.